ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന സ്നേഹാനുഭവങ്ങൾ. ഇത് കൊച്ചി രൂപതാ വൈദികനും അനേകം പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സെഹിയോൻ ഊട്ടുശാലയടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സാരഥിയുമായ ഫാദർ ആന്റണി കൊച്ചുകരിയിൽ. ദിവ്യകാരുണ്യ യേശു ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ ആന്റണിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ കൊച്ചി രൂപതയിലെ ഒരു വൈദികനാണ്. എൻ്റെ പേര് ആന്റണി കൊച്ചുകരിയിൽ. കൊച്ചി രൂപതയിലെ നിരവധി ഇടവകളിൽ ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഈ സേവന കാലഘട്ടത്തിലും ചെറുപ്പകാലത്തിലുമൊക്കെ എനിക്കുണ്ടായിട്ടുള്ള ദിവ്യകാരുണ്യ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ എത്രമാത്രം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, അവിടുത്തെ സ്നേഹം നമ്മൾ എത്രമാത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കുവാനുള്ളൊരു അവസരമാണ് ദൈവം ഇതിലൂടെ എനിക്ക് തരുന്നത്. സങ്കീർത്തകൻ പറയുന്ന പോലെ, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? ഈ ഭൂമിയിലും അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ അനുഭവത്തിൽ യേശു മാത്രമാണ് യഥാർത്ഥ സംരക്ഷകൻ, ആ സമാശ്വാസം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ദിവ്യകാരുണ്യ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്നേ ചെറുപ്പത്തിൽ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചു. ക്ലാസ്സിലുള്ള എല്ലാവരോടുമാണ് സിസ്റ്റർ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാനായിട്ട് കാരണം, വൈദികൻ ദിവ്യകാരുണ്യം ഇങ്ങനെ ഉയർത്തുമ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം ഞാനതിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, ഈ ഓസ്തി ഉണ്ടാക്കുന്ന ആ സ്ഥലം എനിക്ക് സുപരിചിതമായിരുന്നു. ഞാൻ എപ്പോഴും അവിടെ പോകുമായിരുന്നു. ഞങ്ങളുടെ കപ്പേര് സ്വന്തമായിട്ട് ഇടവകയിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഓസ്തിയൊക്കെ ശരിയാക്കുമായിരുന്നു. അതിൽ യേശുവിൻ്റെ രൂപം പതിപ്പിച്ചിട്ടുണ്ട്. ഒരു കുരിശുണ്ട്, കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ രൂപമുണ്ട്. വൈദികൻ ഇത് ഉയർത്തുമ്പോഴൊക്കെ ഞാൻ ഈ യേശുവിൻ്റെ രൂപം കണ്ടിട്ടുണ്ട്. അതാണ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ സിസ്റ്റർ എന്നെ കളിയാക്കി, നമുക്ക് ദൈവത്തെ ഒരിക്കലും കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുകയില്ല, വിശ്വാസം കൊണ്ടാണ് കാണേണ്ടത്. വാസ്തവത്തിൽ ഞാൻ യേശുവിനെ അവിടെ കണ്ടത് വിശ്വാസത്താലാണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. എൻ്റെ അമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ ദേവാലയത്തിലേക്ക് മിക്കപ്പോഴും പോയിരുന്നത്. ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ അമ്മച്ചിയുടെ ആ ആദരപൂർവ്വമുള്ള വണക്കവും കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയൊക്കെ എൻ്റെ കൊച്ചു ഹൃദയത്തിലേക്ക് ഈശോയെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യം, സ്നേഹം ഉദിച്ചു എന്നുള്ളത് തീർച്ചയാണ്. എൻ്റെ ചെറുപ്പകാലം ഞാനൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ കളിച്ചിരുന്നത് തന്നെ, ഞങ്ങളുടെ അടുത്ത് ഒരു ചാപ്പലുണ്ടായിരുന്നു, ഒരു കപ്പേള. ആ കപ്പേളയിൽ മറ്റ് സുഹൃത്തുക്കളുമായിട്ടോ ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ബലിയർപ്പിച്ചാണ് കളിച്ചിരുന്നത്. ഞങ്ങളും അതുപോലെ തന്നെ അൾത്താരയിൽ ഒരു തോർത്ത് മുണ്ട് കുപ്പായമായിട്ട് ധരിച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ് ഈ ദിവ്യബലി അർപ്പിച്ച് കളിക്കുമായിരുന്നു. മാത്രമല്ല, വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ 5ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ ഒരു അൾത്താര ബാലകനായി തീർന്നു. ദിവ്യബലിക്ക് ശുശ്രൂഷിക്കുക ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അന്ന് ലാറ്റിൻ ഭാഷയിലാണ് ദിവ്യബലി. അൾത്താരയുടെ താഴെ നിന്നാണ് അച്ഛൻ ചൊല്ലുക, ലാറ്റിനിലാണ് ചൊല്ലുക. അതിന് പ്രത്യുത്തരിക്കണം. അതുപോലെ തന്നെ സുവിശേഷം ഒരു ഭാഗത്ത് നിന്ന് സുവിശേഷ പുസ്തകം മറ്റൊരു ഭാഗത്തിലേക്ക് മാറ്റണം. അച്ഛന് വെള്ളവും വീഞ്ഞും ഒക്കെ എടുത്തു കൊടുക്കണം.
ഇങ്ങനെ പടിപടിയായിട്ട് ദിവ്യബലിയോട് ചേർന്നുള്ള ഒരു സംസ്കാരം എന്നിൽ വളർന്നു വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദിവ്യബലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലെ ഈ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിക്കൂടുകയാണ്. അമ്മച്ചി പകർന്നു തന്ന മാതൃക. പണ്ട് കാലത്തൊക്കെ ദിവ്യബലി ലാറ്റിലായിരുന്നു, മറ്റുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ദിവ്യബലി ഉയർത്തുന്ന സമയമാകുമ്പോൾ ഒരു മണിയടിക്കും. ആ മണി ശബ്ദം കേൾക്കുമ്പോഴാണ് എല്ലാവരും മുട്ടിൽ നിൽക്കുക. അപ്പോൾ ഈ ദിവ്യകാരുണ്യം ഉയർത്തുന്ന അവസരത്തിൽ എല്ലാവരും താണു വീണ് ആദരപൂർവ്വം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴൊക്കെ ആ ചെറുപ്പകാലത്തെ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. 1964 ഞാൻ SSLC പാസ്സായ ശേഷം കൊച്ചി മൗണ്ട് കാർമൽ പെറ്റി സെമിനാരിയിൽ ചേർന്നത്. അന്നത്തെ എൻ്റെ റെക്ടറച്ചൻ ഒരു ജേക്കബ് മൗങ്കലച്ചനായിരുന്നു. അദ്ദേഹത്തിന് ദിവ്യകാരുണ്യത്തോട് ഏറെ ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമാണ് എല്ലാ ദിവസവും ഞങ്ങൾ നടത്തിയിരുന്ന വിസിറ്റ് ടു ദ ബ്ലസ്സഡ് സാക്രമെൻറ്റ്. അതിന് പ്രത്യേകമായൊരു പുസ്തകമുണ്ടായിരുന്നു. വിശുദ്ധ അൽഫോൺസ് മരിയ ഗ്രിഗോറിയുടെ ടെസ്റ്റാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓരോ ദിവസവും പ്രത്യേകമായ ചിന്തകളും അതിനനുയോജ്യമായിട്ടുള്ള വചനങ്ങളുമൊക്കെ അടങ്ങുന്ന വളരെ മനോഹരമായൊരു പ്രാർത്ഥനയായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു അത് പ്രാർത്ഥിച്ചിരുന്നത്. അതിലെ ആശയങ്ങളൊക്കെ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൽ യേശു നമ്മെ കാത്തിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു തടവുകാരനായിട്ട് അവിടുന്ന് എന്നെയും കാത്ത് അതിനകത്ത് ഇരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എന്നെ കൂടുതലായി ആകർഷിച്ചു. ഇന്നും ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ യേശു എന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. യേശു എന്നെ കാത്തിരിക്കുകയാണ്. സിക്കാർ പട്ടണത്തിൽ സമറിയാക്കാരിയെ കാത്തിരുന്ന ആ യേശുവിനെ പോലെ എന്നെ കാത്ത് യേശു അവിടെ കാത്തിരിക്കുന്നു എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരാറുണ്ട്. സ്നേഹത്തിൻ്റെ സാന്ത്വനം നൽകുവാനായിട്ട്, എൻ്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും കൂടുതൽ വ്യാപ്തിയും നൽകുവാനായിട്ട്, എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണുവാനായിട്ട് യേശു എന്നെ സഹായിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിലെ യേശു എന്നെ എപ്പോഴും സഹായിക്കാറുണ്ട്. അന്ന് സെമിനാരിലായിരുന്ന കാലഘട്ടത്തിൽ വിസീത്തയിൽ ഉരുവിട്ട ആ പ്രാർത്ഥനകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുതന്നെയാണ്.
യേശു എന്നെ കാത്ത് സക്രാരിയിൽ ഇരിക്കുന്നു, അവിടുന്ന് സ്നേഹത്തിൻ്റെ തടവുകാരനായിട്ട് സക്രാരിയിൽ കഴിയുന്നു എന്നുള്ള ചിന്തനെയാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൂടാതെ ജഡം എവിടെയോ അവിടെ കഴുകന്മാരും ഉണ്ടാകും എന്നുള്ള തിരുവചനം എടുത്തുകൊണ്ട് അദ്ദേഹം നൽകുന്ന ചിന്തകൾ കൂടുതൽ എന്നെ ആകർഷിക്കുകയുണ്ടായിട്ടുണ്ട്. ജഡമെന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യമാണ്, യേശുവാണ്. യേശു എവിടെയുണ്ടോ അവിടെ മാലാഖമാർ ഓടിയെത്തും, അവിടെ ദിവ്യ ആരാധന ഉണ്ടാകും, അവിടെ സൗഖ്യമുണ്ടാകും, സാന്ത്വനമുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് അതിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതുപോലെ എന്നെ ആകർഷിച്ച മറ്റൊരു ചിന്തയാണ് എങ്ങനെ ഒരു കാമുകനെ തേടുന്നുവോ അതുപോലെ തന്നെ ആത്മാവ് യേശുവിനെ തേടുകയാണ്. എൻ്റെ പ്രിയൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കാമുകി ചെല്ലുമ്പോൾ ഈ പർവ്വതത്തോട് ചേർന്ന് നീ അന്വേഷിക്കുക, ഈ പർവ്വതത്തിൻ്റെ അടുത്ത് കടന്നുപോയ ആടുകളുടെ കാൽപാദങ്ങൾ കാണും, ആ കാൽപാദങ്ങളെ പിന്തുടർന്ന് നീ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ഭാഗം അതിലുണ്ട്. ഈ കാൽപാദം എന്ന് പറയുന്നത് എനിക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരുടെ ജീവിതമാണ്. അവരുടെ മാതൃക പിന്തുടർന്ന് ഈ ഓരം ചുറ്റി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനും യേശുവിനെ അനുഭവിക്കുവാനും എനിക്ക് കഴിയും എന്നുള്ള വലിയൊരു ചിന്ത എനിക്ക് ഈ വിശീത്തയിലൂടെ ഒക്കെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യത്തോട് എനിക്ക് വലിയ ഒരു ഭക്തിയും മമതയുമുണ്ട്. ഞാൻ ദിവ്യകാരുണ്യം ഇരിക്കുന്ന ചാപ്പലിനടുത്തുകൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഈശോയോട് സംസാരിക്കാറുണ്ട്. രാവിലെയാണ് ഗുഡ് മോർണിംഗ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ യേശുവെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് കുശലം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും ഇവിടെ യേശുവുണ്ട്, യേശുവിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും യേശുവിനോട് ചോദിക്കുവാനും യേശുവിനോട് ചോദിച്ച ശേഷം ചെയ്യുവാനുമുള്ള ഒരു ജീവിത ശൈലി കരുപ്പിടിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത് ഇതിലൂടെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണ് സഹായത്തിനുള്ളത്, ഈ ഭൂമിയിലും അങ്ങ് മാത്രമാണ് സഹായം എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. സ്നേഹമുള്ളവരെ, എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും സെമിനാരി ജീവിതത്തെക്കുറിച്ചും ഞാൻ പറയുകയുണ്ടായി. വൈദികനായ ശേഷം എനിക്കുണ്ടായ ദിവ്യാനുഭവങ്ങളെക്കുറിച്ചാണ് ഇനി നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വൈദിക ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്ക് താങ്ങും തണലുമായി തീർന്നത് യേശുവിൻ്റെ സാമീപ്യവും. രാത്രികാലത്ത് പോലും സക്രാരിയുടെ മുന്നിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ദിവസങ്ങളും മാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഒരിടവയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് കേൾക്കുന്നത് തന്നെ താൻ വികാരിച്ചനോട് ചേർന്ന് നിന്നാൽ തൻ്റെ തല്ലി ഒടിക്കും എന്നുള്ള വാക്കുകളാണ് എന്നെ സ്വീകരിച്ചത്. അവിടെ തൊട്ട് യേശുവിൻ്റെ
ദിവികാരന് യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഓരോ ഇടവകയിലും വിവിധ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കുവാനും അവിടുത്തോട് ആലോചന ചോദിക്കുവാനും അവിടുത്തെ മുന്നിൽ സാന്ത്വനം കണ്ടെത്തുവാനുമായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ചിലപ്പോഴൊക്കെ ചില കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാകാം. ഞാനുമായിട്ട് പ്രശ്നത്തിലായ ചില കുടുംബങ്ങളുണ്ട്. എന്നാൽ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ സമർപ്പിച്ചപ്പോൾ ആ കുടുംബങ്ങളൊക്കെ പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്യുന്ന കുടുംബങ്ങളാക്കി അവിടെ നിന്ന് മാറ്റി എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. പലരുടെയും പേര് എടുത്തു പറയേണ്ടി വരുന്നതുകൊണ്ട് ഞാനതൊക്കെ ഇവിടെ ഒഴിവാക്കുകയാണ്. പൂങ്കാവിലായിരിക്കുമ്പോൾ ഞങ്ങൾ രാത്രി ആരാധന നടത്തുമായിരുന്നു. ഏതാനും പേര് ചേർന്ന് 10-25 പേര് ചേർന്ന് ഞങ്ങൾ രാത്രിയിൽ ആരാധന നടത്തുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ ആരാധന നടത്തിയിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വട്ടൻ ആ ഗ്രൂപ്പിലേക്ക് വന്നു. അവൻ ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുവാനും പാടുവാനും തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാതിരാവിൽ മറ്റുള്ള എല്ലാവരും ഉറങ്ങുകയാണ്, അങ്ങനെ ചുറ്റും വട്ടന്മാരായ ഞങ്ങൾ കുറേ പേര് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് പറയട്ടെ, ആ മനുഷ്യൻ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഞാൻ കണ്ടത്. അവൻ്റെ വട്ടെല്ലാം മാറി അവൻ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയ അനുഭവമാണ് എനിക്കുള്ളത്. നിരവധി പേര് അവരുടെ അനുഭവങ്ങൾ ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഒരു കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി അവർ പ്രാർത്ഥിച്ചു. വീട്ടിൽ ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങിക്കണം, കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങിക്കണം, ഒന്നുമില്ലാത്തൊരവസ്ഥ. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ അക്കൗണ്ടിൽ 3000, 1000, 500 ഒക്കെ താൻ അറിയാതെ തന്നെ വന്നു ചേരുന്ന ഒരു അനുഭവം ഒരു സഹോദരൻ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. ലക്ഷങ്ങൾ തന്നെ അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു. ആ കടമെല്ലാം മാറി ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ദിവികാരുണ്യനാഥനെ ആരാധിക്കുന്ന, ഓരോ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അത് ദിവികാരുണ്യത്തിന് മുമ്പിൽ ചെലവഴിക്കുന്ന ഒരു സഹോദരനാണ് ഇത് ഞാനുമായിട്ട് പങ്കുവച്ചത്. ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഓരോ ഇടവകളിലെയും കാര്യങ്ങൾ എടുക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധാരണ മൂലമാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ദിവ്യനാഥനാണ്, ചക്രാരിയിലെ യേശുവാണ് എനിക്ക് സാന്ത്വനം നൽകിയത്. എന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തായിട്ട്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമായിട്ട്, എനിക്ക് സമാശ്വാസം നൽകുന്ന ഒരു കൂട്ടുകാരനായിട്ട്, സുഹൃത്തായിട്ട് യേശുവിനെ എനിക്ക് അന്ന് ആ നേരങ്ങളിലൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഗദ്ഗതത്തോടുകൂടി ഞാൻ പറയുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ
സഹോദരി സഹോദരന്മാരെ, എൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുകയാണ്. 1990 മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദിവ്യകാരുണ്യത്തെ കൂടുതൽ സ്നേഹിക്കുവാനും എൻ്റെ പൗരോഹിത്യത്തെ വിലമതിക്കുവാനും ഒക്കെ കൂടുതലായി ഞാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. 1-2 സംഭവങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ആദ്യമായി തന്നെ ഞാനൊരു ആശ്രമ ജീവിതത്തിന് വേണ്ടി വാഗമണിൽ പോവുകയുണ്ടായി. ഫ്രാൻസിസ് ആചാര്യ എന്നുള്ള ഒരു ഋഷിയാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഏതാണ്ട് ഹെർമിറ്റിലാണ്, ചെറിയ ചെറിയ മുറികളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ ഒരു ജീവിതം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, എമ്മാവൂസിലേക്ക് പോയ ആ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ട ജ്വലിക്കുന്ന അനുഭവം, യേശുവിനെ തിരിച്ചറിഞ്ഞ അനുഭവം, അതേക്കുറിച്ചൊക്കെ അദ്ദേഹം വിവരിച്ചു കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു തീ കത്തുന്ന അനുഭവമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലാണ് നെയോ കാറ്റക്കുമൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈ നവവിശ്വാസ പരിശീലന മാർഗം എന്നാണ് നെയോ കാറ്റക്കുമലിനെ നമ്മൾ പറയുന്നത്. അതായത് ബോധപൂർവം ജ്ഞാനസ്നാനാനന്തരമുള്ള ഒരു പരിശീലനത്തിലൂടെ കടന്നു പോവുക. ആദിമ അവർക്കുണ്ടായിരുന്ന ആ പരിശീലനം ജ്ഞാനസ്നാനാനന്തരമുള്ള ഒരു പരിശീലനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തുടരുക. അതാണ് ഈ കാറ്റക്കുമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വന്നപ്പോഴാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതലായി വിലപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാക്കുകളും 4 പ്രവൃത്തികളുമാണ് എന്നുള്ളത് എന്നെ വളരെ ഏറെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഈ 4 വാക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1-ാം വായനയാണ് 1-ാം വാക്ക്. അതേ തുടർന്നുള്ള പ്രതിവചന സങ്കീർത്തനമാണ് 2-ാം വാക്ക്. 2-ാം വായനയാണ് 3-ാം വാക്ക്. സുവിശേഷ ഭാഗമാണ് 4-ാം വാക്ക്. ഈ 4 വായനകളെ കോർത്തിണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആസ്വാദ്യകരമായ വിധത്തിൽ പാകപ്പെടുത്തുന്നതാണ് ഹോമിലി എന്നുള്ള കാര്യം ഞാൻ അവിടെ വെച്ച് കൂടുതലായി ഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ 4 പ്രവൃത്തികൾ: അപ്പമെടുത്തു, വാഴ്ത്തി, മുറിച്ചു, വിളമ്പി. ഈ 4 വാക്കുകളും ഇവരെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ അപ്പത്തിൻ്റെ മേശയും ദിവ്യകാരുണ്യത്തിൻ്റെ മേശയും, ഈ മേശ ഉളവാക്കുന്ന പ്രതികരണങ്ങൾ, വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മേശ നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്നു, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. വചനത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്താൻ തുടങ്ങി. വചനം പ്രഘോഷിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കടമയാണ്. ഒരു ക്രൈസ്തവൻ്റെ ദൗത്യമാണ്, ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച ദൗത്യമാണ്. അത് വേണ്ടത്ര ഒരുക്കത്തോടു കൂടി വചനം പ്രഘോഷിക്കണം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വചനത്തിൻ്റെ മേശയുണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ മേശയുണ്ട്. വചനത്തിൻ്റെ മേശയിലൂടെ നമ്മൾ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നു, അതുവഴിയായി നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മേശയിലൂടെ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവത്തിലൂടെ വചനം എപ്രകാരം ഒരുങ്ങണം, ഹോമിലി നൽകുവാനായിട്ട് എപ്രകാരം സുദീർഘമായൊരു ഒരുക്കത്തിന് തയ്യാറാകണം എന്നുള്ള ബോധ്യം എന്നിലുള്ളതായി. ശനിയാഴ്ച വൈകുന്നേരം വിരിയിച്ച മുട്ട ഞായറാഴ്ച രാവിലെ പറക്കുകയില്ല എന്നാണ് ഒരു ചൊല്ലുള്ളത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം വിരിയിച്ച ഒരു കോഴിക്കുഞ്ഞ് ഞായറാഴ്ച രാവിലെ പറക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു വചനപ്രഘോഷണം ശരിയായ ഫലം പുറപ്പെടുവിക്കുകയില്ല, ജനങ്ങളിലെ സ്വാധീനം ചെലുത്തുകയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ
വചനം പ്രഘോഷത്തോട് കൂടുതൽ താല്പര്യം വയ്ക്കുവാനായിട്ട് എനിക്ക് അത് ഇടയാക്കി എന്നുള്ളതാണ് സത്യം. ഈ കോവിഡ് കാലത്ത് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിൽ വർദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. കോവിഡ് കാലമായപ്പോൾ ദിയോബലി പരസ്യമായിട്ട് ആഘോഷിക്കുവാനായിട്ടുള്ള കഴിയാതെ വന്നു. ഞാൻ ആ സമയത്ത് കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവകയിലാണ് വികാരിയായിട്ട് സേവനം ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ഒറ്റയ്ക്ക് ബലിയർപ്പിക്കും. സഹായിക്കാനായിട്ട് 1-2 പേര് വരും. അതിനുശേഷം ഞങ്ങൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കുന്നു. 1 മണിക്കൂർ ദിവ്യനാഥൻ്റെ മുന്നിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ യൂണിറ്റിനു വേണ്ടിയും അവിടുത്തെ ജനങ്ങളെ ഓരോരുത്തരെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഇടവക ജനങ്ങളെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ആഘോഷമായിട്ട് ആ നാളുകൾ മാറി എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാം, ആ ഇടവകയിൽ ആ കാലഘട്ടത്തിൽ മരണം വളരെ കുറവായിരുന്നു. 3-4 പേര് മാത്രമാണ് കോവിഡ് മൂലം മരിക്കാനിടയായത്. ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലുള്ള ആ പ്രാർത്ഥനയും ജനങ്ങളെ മുഴുവൻ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന ആ ആരാധനയുമൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു അനുഭവമായിട്ട് ഇന്നും എനിക്ക് തോന്നുകയാണ്. നമ്മൾ പറയാറുണ്ട്, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് അനുസ്മരിക്കേണ്ട ഒരു രഹസ്യമാണ്, അത് ആഘോഷിക്കേണ്ട ഒരു രഹസ്യമാണ്, അതോടൊപ്പം തന്നെ ജീവിക്കേണ്ട ഒരു രഹസ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യം എനിക്ക് വലിയൊരു അനുഭവമാണ്. എൻ്റെ അജഗണങ്ങളോടുള്ള സാമീപ്യത്തിലും പരോപകാര പ്രവർത്തനത്തിലും ഒക്കെ എനിക്ക് ശക്തിയായിട്ട് തീരുന്നത് ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യ സംസ്കാരമാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ 51 വർഷമായിട്ട് ഞാൻ പുരോഹിതനായിട്ട് സേവനം ചെയ്യുകയാണ്. വിവിധ ഇടവകളിൽ ഞാൻ സേവനം ചെയ്തു. ഇന്നിപ്പോൾ റിട്ടയറായി ഞാൻ ഷാലോമിൽ വിശ്രമിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനോടുള്ള എൻ്റെ ഭക്തി ഏറിയേറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവിടുത്തെ മുന്നിൽ ദീർഘനേരം എനിക്ക് കുത്തിയിരുന്ന് ആരാധിക്കുവാൻ കഴിയുന്നില്ല. ശാരീരികമായ ആസ്വാസ്ഥ്യങ്ങൾ എനിക്കുണ്ട് എങ്കിൽ പോലും യേശു എപ്പോഴും കൂടെയുണ്ട്. അവിടുത്തെ സംരക്ഷണം എന്നോട് കൂടെയുണ്ട്. ഈ രോഗാവസ്ഥയിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഈ സ്നേഹമാണ് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. സഹോദരി സഹോദരന്മാർ, എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ മുന്നിൽ വയ്ക്കപ്പെടുന്ന നമ്മുടെ യാചനകളൊക്കെ തീർച്ചയായും അവിടുന്ന് ശ്രവിക്കും. ദൈവം തന്നെ തേടുന്നവരുടെ ആവശ്യങ്ങൾ നടത്തി തരുവാനായിട്ട് അവിടുത്തെ ദൃഷ്ടികൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണല്ലോ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ ദൃഷ്ടികൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് അവിടുത്തെ തേടുന്നു, ആരവിടുത്തോട് ചോദിക്കുന്നു, അവരെ ആശീർവദിക്കാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട്, ആശ്വസിപ്പിക്കാനായിട്ട് യേശു കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.